നമസ്കാരം. ചെറിയ കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഈ ലോകകപ്പിൽ മൈതാനത്ത് നടക്കുന്നത് വെറുമൊരു കളിയല്ല, കൃത്യമായ ഒരു കാവ്യനീതിയാണ്. ചരിത്രത്തിൽ മറ്റു രാജ്യങ്ങളെ കീഴടക്കാനും ചോരപ്പുഴ ഒഴുക്കാനും മടിക്കാത്ത അധിനിവേശ ശക്തികളെല്ലാം ഇത്തവണ തമ്മിൽ മത്സരിച്ചും മറ്റുള്ളവർ തോൽപ്പിച്ചും ഓരോന്നായി തോറ്റു തുന്നമ്പാടി പുറത്തായിരിക്കുകയാണ്. ഈ കാവ്യനീതി ഇനി പൂർത്തിയാകാൻ ഒരൊറ്റ മത്സരം ബാക്കിയുണ്ട്. ഫൈനലാണത്. അർജന്റീനയും അവരുടെ എതിരാളി സ്പെയിനും തമ്മിലുള്ള ചരിത്ര പോരാട്ടം. ചരിത്രത്തിൽ ലോകം മുഴുവൻ അധിനിവേശത്തിന്റെ കരുനിഴലിൽ വീഴ്ത്തിയ സാമ്രാജ്യത്വ ശക്തികൾ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് സ്വയം അഹങ്കരിച്ച ഇംഗ്ലണ്ട്, ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ക്രൂരമായ അധിനിവേശം നടത്തിയ നെതർലാൻഡ്സ് അഥവാ ഡച്ചുകാർ, ചരിത്രത്തിൽ ഒരുപാട് ക്രൂരതകൾക്ക് സാക്ഷ്യം വഹിച്ച നാസികളുടെ മണ്ണായ ജർമ്മനി, കൂടാതെ വൻ കൊളോണിയൽ ശക്തികളായ ബെൽജിയവും പോർച്ചുഗലുമെല്ലാം, ആക്രമണകാരികളായ ഈജിപ്തും മൊറോക്കോയുമെല്ലാം ഇതിനകം തോറ്റു കളം വിട്ടു. ഈ ലോകകപ്പിൽ അധിനിവേശ ശക്തികളെയെല്ലാം അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിനിധികൾ ഓരോന്നായി അല്ലെങ്കിൽ തമ്മിൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി പുറത്താക്കി. ഇതിനെയല്ല നമ്മൾ യഥാർത്ഥ കാവ്യനീതി എന്ന് വിളിക്കേണ്ടത്. ഇനി നമുക്ക് ഫൈനലിലേക്ക് വരാം. ഒരു വശത്ത് നമ്മളെല്ലാം നെഞ്ചേറ്റിയ അർജന്റീനയുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി അധിനിവേശം നടത്തിയതിൻ്റെയോ കോളനികൾ സ്ഥാപിച്ച് ജനങ്ങളെ ദ്രോഹിച്ചതിൻ്റെയോ ചരിത്രമില്ല. അവർ എപ്പോഴും സ്വന്തം സ്വാതന്ത്ര്യത്തിനായി പൊരുതിയവരാണ്. എന്നാൽ അവരുടെ ഫൈനലിലെ എതിരാളികളോ അത് സ്പെയിനാണ്. മുൻപ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിലും ഇന്നത്തെ വടക്കേ അമേരിക്കയുടെ വലിയൊരു ഭാഗവും, ഫ്ലോറിഡ, കാലിഫോർണിയ, മെക്സിക്കോ ഉൾപ്പെടെ, പിന്നെ മധ്യ അമേരിക്കയും ബ്രസീൽ ഒഴികെയുള്ള തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗവും സ്പെയിനിന്റെ കീഴിലായിരുന്നു. സ്പാനിഷ് സാമ്രാജ്യം ഏഷ്യ പസഫിക് പ്രദേശത്ത്, ഏഷ്യയിൽ ഇന്നത്തെ ഫിലിപ്പീൻസ് നൂറ്റാണ്ടുകളോളം, അതായത് 330 വർഷം സ്പെയിനിന്റെ കീഴിലായിരുന്നു. കൂടാതെ മരിയാന ദ്വീപുകൾ എന്നിവയും സ്പെയിൻ ദീർഘകാലം ഭരിച്ചു. ആഫ്രിക്കയിൽ പശ്ചിമ സഹാറ, ഇക്വറ്റോറിയൽ ഗിനി എന്നിവയും സ്പാനിഷ് കോളനികളായിരുന്നു. ഇന്ത്യയിലും ഏഷ്യയിലും സ്പാനിഷ് സാമ്രാജ്യം വരാതിരുന്നത്, അവരുടെ ക്രൂരതകൾ കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരാതിരുന്നത്, അന്നത്തെ മാർപ്പാപ്പയും സഭകളും കൂടി നടപ്പാക്കിയ പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള ടോർഡെസിലാസ് ട്രീറ്റി 1494 ആ കരാറിലെ സാങ്കല്പിക രേഖയുടെ കിഴക്ക് വശത്ത് ഏഷ്യയും ഇന്ത്യയും ആയിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ സ്പാനിഷുകാരുടെ ക്രൂരത നമ്മൾ അനുഭവിക്കേണ്ടി വരാതിരുന്നത്. ഇപ്പോൾ നടക്കുന്ന കാവ്യനീതി പൂർത്തിയാക്കണമെങ്കിൽ, മൈതാനത്ത് നീതി വിജയിക്കണമെങ്കിൽ, ക്രൂരന്മാരായ അധിനിവേശക്കാരായ സ്പെയിൻ കൂടി തോൽക്കണം. ആ കനക കിരീടം അർജന്റീനയിലേക്ക് തന്നെ പോകണം. ഫുട്ബോൾ ഈശ്വരൻ ആ കാവ്യനീതി നടപ്പാക്കുക തന്നെ ചെയ്യും. കളി കൈക്കലാക്കാൻ അധിനിവേശ ശക്തികളുടെ കരുത്തല്ല, മറിച്ച് പൊരുതാനുള്ള നെഞ്ചൂക്കാണ് വേണ്ടതെന്ന് അർജന്റീന തെളിയിക്കുക തന്നെ ചെയ്യും. മെസ്സിയും കൂട്ടരും ഇത്തവണ കപ്പുയർത്തും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചരിത്രത്തിന്റെ ഈ കാവ്യനീതി ഫൈനലിലും ആവർത്തിക്കുമോ?